ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകണം ചെക്കൗട്ട് ചെയ്തിട്ട്. ഇനിയിപ്പോൾ ഇന്ന് ഫുള്ള് ഹെൽസിങ്കി കറങ്ങും, അതാണ് പ്ലാന്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. പിന്നെ എന്നിട്ട് ഈവനിങ് നമ്മൾ പിന്നെ ഫെറി കയറിയിട്ട് ടാലിനിലോട്ട് പോകും, എസ്റ്റോണിയക്ക്, അവിടുന്ന് റിയയിലേക്ക്. അപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഡേ ടൈം എങ്ങനെ നോക്കാം. ഇപ്പോഴും പിന്നെ പുറത്ത് വെളിച്ചം വന്നിട്ടില്ല, ഇപ്പോൾ ഡേ ടൈം വളരെ കുറവാണ്. എന്തായാലും നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാവരും സെറ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഓക്കെ അല്ലേ? സെറ്റ്. റൂം ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ പുറത്തെത്തി. ഇതാണിപ്പോൾ ഒരു മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 9 മണിയായി സമയം, എപ്പോഴും സൂര്യൻ വന്നിട്ടില്ല. എന്താണ് ഈ മൂടി ക്ലൈമറ്റാണ്. അവിടെ ഒരു കളർഫുൾ ട്രാമും ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. അങ്ങനെ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പിന്നെ ഇതൊക്കെ ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലെ, കുറച്ചൊരു ഔട്ടറാണ്. പക്ഷേ അങ്ങനെയല്ല, സിറ്റീൻ്റെ പുറം. എന്നിട്ട് സിറ്റിയിലോട്ട് ഇങ്ങനെ നടന്നു പോവാണ്. എന്തായാലും അങ്ങോട്ടേക്കും പോയി നോക്കാം. നല്ല തണുപ്പുണ്ട്, ചെറിയ രീതിയിൽ മഴയും. നമ്മൾ നടന്നൊരു ഓർബിറ്റ് കയറുകയാണ്. നല്ലൊരു വ്യൂ കിട്ടില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ സ്ട്രീറ്റ് കൂടെ നടന്ന് ഇവിടെ ഒരു കിടിലം ചർച്ച്, അടിപൊളി. പിന്നെ ഇതൊക്കെ ഇവിടെ ഉള്ളൊരു ജംഗ്ഷനാണ് ഇതൊക്കെ. പിന്നെ ഇത് ട്രാം പോകുന്ന വഴികൾ. അതായത് ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഓഫീസാണ്. ബെൻസ് അങ്ങനത്തെ കാറുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പിന്നെ ഇതിൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങി. എല്ലാവരും രാവിലെ തന്നെ വിശക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്, ഹോട്ടലും തപ്പിയിട്ട്. ഇതിലൊരു ഹോട്ടൽ കിട്ടിയില്ല, ആരും ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് ചർച്ചിൻ്റെ ഫ്രണ്ട് നിന്നുള്ളൊരു വ്യൂ ആണ്. ഭയങ്കര ഹൈറ്റാണ്. നമ്മൾ പിന്നെ ചെറിയ റോട്ടിൽ നിന്നൊക്കെ ഒന്ന് നടന്നങ്ങോട്ട് ഇറങ്ങി. ഏതായാലും അടിപൊളി ഒരു സ്ഥലം, ജംഗ്ഷനാണ്. ബിൽഡിംഗ് ഒക്കെ അടിപൊളി. നമ്മൾ ഈ റൂട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് ആൾക്കാരും ബിൽഡിങ്ങൊക്കെ കണ്ടപ്പോൾ ഏതായാലും കൊള്ളാം. യൂറോപ്പിൽ എല്ലാ കൺട്രീൻ്റെയും സിറ്റി സെൻറ്ററിലൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ. പക്ഷെ ചില ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ നമുക്ക് സിമിലാരിറ്റി തോന്നും. പിന്നെ ട്രാമൊക്കെ യുണീക്കാട്ടാ, എല്ലായിടത്തും വെറൈറ്റി സാധനം. ഓ അടിപൊളി. ഇതൊരു ട്രാം സ്റ്റേഷനാണ്. നല്ല തണുപ്പുണ്ട്. എന്താ വെച്ചാൽ കാറ്റടിച്ചിട്ടാണ് ഇത്ര തണുപ്പ്. പിന്നെ സ്ഥലം കുഴപ്പമില്ല. നമ്മൾ പുതിയ സ്ഥലത്തെത്തി ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് അങ്ങനെ പോവാണ്. നടന്ന വഴിക്ക് അവിടെ കുറേ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയതുകൊണ്ടാണ്. ഒന്നെങ്കിൽ ഇന്ന് സൺഡേ ആണ്, സൺഡേ മാർക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്മസ് മാർക്കറ്റ്. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ നടന്ന് നീ. അവിടെ ഒരു മെഗ്ഡി കാണുന്നുണ്ട്, അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മെഗ്ഡി. അങ്ങനെ മെഗ്ഡിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പുറത്തിറങ്ങി. പിന്നെ ഇവിടെ ആ മാർക്കറ്റൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് നേരെ ഇവിടെ ഒരു കത്തീഡ്രലുണ്ട്. ഇന്നലെ നൈറ്റ് അവിടെ നിന്ന് പോയതാണ്. ഒരു ഡേ ടൈം ഒന്നും കൂടെ പോയിട്ട് ബാക്കി കുറച്ച് കറങ്ങാനാണ് പ്ലാൻ. എന്തായാലും നോക്കാം. ഒരു സെൻട്രലാണ് കേട്ടോ, ഒരു വലിയ സിറ്റി, അടിപൊളി. ഇവിടെയൊക്കെ ഓരോ കൺസ്ട്രക്ഷനും നടക്കുന്നുണ്ട്, ആ റോഡ് പണിയും അല്ലാതെയൊക്കെ. ആ മാർക്കറ്റിലേക്ക് ഞാൻ നടന്ന് നീങ്ങി. ഇവിടുന്നൊക്കെ അടിപൊളിയാണ് ബിൽഡിങ്ങൊക്കെ. ഇത് മറ്റേ സൺഡേ മാർക്കറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതൽ. ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം. ഇവിടെ ഇതൊരു മെട്രോ സ്റ്റേഷനാണ് ഇവിടെ കാണുന്നത്. ഇത് അണ്ടർഗ്രൗണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ സിറ്റി കൂടെയൊക്കെ അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. എന്തായാലും അതൊരു കണക്കിന് നല്ലതാണ്. നമ്മുടെ ഇന്ത്യയിൽ മറ്റേ ഡൽഹിയിലൊക്കെ അങ്ങനെയാണ്. പിന്നെ
അവിടെ ഫ്ലവറിൻ്റെ ഒക്കെ ഒരു സ്റ്റാള്. അങ്ങനെ ഇവിടെ മീറ്റ് എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഏതായാലും നൈസാണ്. കാരണം എല്ലാവരും മുഖത്തൊക്കെ ഉണ്ട്, നല്ല പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എന്താ പറയുക, വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രി എന്നാണ് ഈ ഫിൻലാൻഡിനെ പറയുന്നത്. അത് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത്. ഇപ്പോൾ ഒരു കടയിലൊക്കെ കയറി അവരൊരു പെരുമാറ്റം എല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മളെ ഗഡികൾ എല്ലാവരും ഓക്കെ അല്ലേ മക്കളിതാ? അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മൊത്തം ചുറ്റി കറങ്ങിയിട്ട് പുറത്തേക്ക് പോവാണ്. മറ്റേ കത്തീഡ്രലിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. എല്ലാവരും നൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു സീ സൈഡാണ് എനിക്ക് തോന്നുന്നത്. സീ സൈഡാണോ ലേക്കാണോ പോയി നോക്കാം. അടിപൊളി. അങ്ങനെ ഇതൊരു ലേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ കൂടെ ഇവിടുത്തെ ട്രെയിനാണ്. ട്രെയിൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ നടന്ന് നീങ്ങി. എൻ്റെ മോനെ കിടിലൻ വണ്ടി. എന്നാൽ ഈ വണ്ടി ഇതെന്തോ ക്രെയിനാന്ന് തോന്നുന്നു. ഹെവി സാധനം. അങ്ങനെ ഇവിടെ മാരക ഫോട്ടോഷൂട്ടിലാണ് അൻസബിൻ്റെ ഒക്കെ. അൻസബ പൊളി. ഇവിടെ ഇവിടെ വേറെ ഇങ്ങനെ നമ്മൾ നടന്ന് വേറൊരു ലേക്കിൻ്റെ അടുത്തെത്തി. പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ്. മറ്റേ കത്തീഡ്രലിൽ അവിടേക്ക് പോവാണ്. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഇതിൻ്റെ പക്കത്തു നിന്ന് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പോവാണ്. ഏകദേശം കത്തീഡ്രലിൻ്റെ അടുത്ത് എത്താനായി. പിന്നെ ഇതതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ്. സ്ട്രീറ്റ് ഇതാണ് വന്ന സ്ഥലം. വളരെ ടൂറിസ്റ്റ് പ്ലേസ് വളരെ കുറവാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷന്. ഇത് കുറച്ച് ഹൈറ്റിലുള്ള പിന്നെ ഒരു കത്തീഡ്രലാണ്. അടിപൊളി. ഞാൻ ഫ്രണ്ടിലെത്തിയിട്ട് ബാക്കി കാണിച്ചിരുന്നു. സംഭവം എന്തായാലും നല്ല തണുപ്പാണെങ്കിലും ഈ സമയത്ത് ഇതിലൂടെ നടക്കാൻ നല്ല സുഖമുണ്ട്. നമുക്ക് ജാക്കറ്റും അതും ഇതും ഉണ്ടെങ്കിലൊന്നും ഒരു സീനും ഇല്ല. നമുക്ക് ഇതൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് ആ കത്തീഡ്രൽ. അപ്പോൾ ഈ താഴേന്ന് നോക്കുമ്പോൾ അധികം സൈസ് തോന്നുന്നില്ല, പക്ഷെ നല്ല സൈസ് ഉണ്ട്. ഇതിൻ്റെ താഴെ ഇന്നലെ ഞാൻ നൈറ്റ് വന്നത്. അപ്പോൾ ആ ക്രിസ്മസ് മാർക്കറ്റൊക്കെ താഴെ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്നുള്ള അറിയില്ല. നമുക്ക് പോയി നോക്കാം. അതാണ് ഫിൻലാൻഡിൻ്റെ ഫ്ലാഗ്. ഇതാണ് കത്തീഡ്രൽ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ക്ലോസ് ആയിരുന്നു, പക്ഷെ ഇന്ന് ഓപ്പണാണ്. അയ്യോ കിടിലം, അടിപൊളി. ഇത് നമ്മൾ പിന്നെയും കയറി ഇതിൻ്റെ പൊക്കത്തെത്തി. ഇവിടെ താഴേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചുതരാം. അടിപൊളി. ഇതാണ് താഴെയുള്ള മാർക്കറ്റിൻ്റെ ഒരു ഓവർ വ്യൂ. പിന്നെ ഇവിടെ ഹൈറ്റിൽ ഈ കത്തീഡ്രൽ. അപ്പോൾ ഹൈറ്റാണ്. കുറച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ കത്തീഡ്രലിൻ്റെ ഉള്ളിലൊന്ന് കയറാൻ പോവാണ്. ഉള്ളിൽ ക്യാമറ പറ്റുമെന്നുള്ള അറിയില്ല, എന്തായാലും കയറി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഉൾവശം. കൂടുതൽ സൗണ്ട് എടുക്കാൻ പറ്റില്ല, അതാണ്. അങ്ങനെ കത്തീഡ്രലിൽ നിന്ന് പുറത്തിറങ്ങി. എന്നാലും ഉള്ളിൽ നല്ല ആംബിയൻസാണ്. ആരും ഒന്നും സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇപ്പോൾ പിന്നെ തണുപ്പത്തേക്ക് ഇറങ്ങി. എന്തായാലും കൊള്ളാം. നല്ല എത്ര ഇത് പിന്നെ 1800 സംതിങ്ങിൽ പിന്നെ പണി തീർത്തതാണ്. അപ്പോൾ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. പിന്നെ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് ഹെൽസിങ്കിയിലുള്ളത്. ഇതാണ് ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. പിന്നെ കുറച്ച് ചുറ്റി കളിച്ചിട്ട് നേരെ ഫെറി ബുക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം 12 മണിയായി. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഫെറിയിൽ കയറണം. അങ്ങനെ നമ്മൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ
മേലേക്കുള്ളൊരു വ്യൂ കാണിച്ചില്ല. ഇവിടുന്ന് ഏതായാലും അടിപൊളി വ്യൂ. അങ്ങനെ നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇതിലൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങട്ടെ. അവിടെ എൻ്റെ പള്ളിപ്പെരുന്നാളിന് കറങ്ങുമ്പോൾ അല്ലേ ഓരോ സെറ്റപ്പൊക്കെ ഉണ്ട് ചെറിയ കുട്ടികളുടെ. ഇവിടുന്ന് ഏതായാലും കത്തീഡ്രലിൻ്റെ വ്യൂ. ഇവിടെ ഈ ബോട്ടിലുണ്ടാക്കുന്ന ചെറിയ കടയാണ്. മൂപ്പരത് ഹീറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഊതി വീർപ്പിക്കും. വേണ്ട കോല് വെച്ചിട്ട് ഇതൊക്കെ മൂപ്പരുണ്ടാക്കിയ ഡെക്കറേഷൻസ് ആണ് ബോട്ടിൽ. മൂപ്പരായിട്ട് ഷേപ്പാക്കിയിട്ട് പിന്നെ ഇതാ ഊതി സെറ്റാക്കി. അങ്ങനെ നമ്മൾ കത്തീഡ്രലിൻ്റെ അടുത്തുനിന്ന് പോവാണ്. സെറ്റല്ലേ? അതിൻ്റെ ഉള്ളിൽ ആംബിയൻസ് എങ്ങനെ ഉണ്ടായി അൻസബേ? അടിപൊളിയല്ല, നല്ല പീസ്ഫുൾ സെറ്റപ്പാണ് ഉള്ളിലൊക്കെ. നൈസ്. ഈ മാർക്കറ്റ് ഏതായാലും നൈസാട്ടാ, നല്ല ആൾക്കാരുമാണ്. പിന്നെ സ്റ്റാളൊക്കെ അടിപൊളി, ഓരോ ഡിഫറെൻറ്റ് ഫുഡ് എല്ലാം ഉണ്ട്. അതായത് നേരെ ഈ കത്തീഡ്രലിൻ്റെ നേരെ താഴെ തന്നെ. അടിപൊളി. അങ്ങനെ ഇവിടുന്ന് ഈ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ട്രയൽ നോക്കാൻ പറ്റും. അപ്പോൾ അത് തിന്നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് കിട്ടാ. അങ്ങനെ ഓരോ സ്റ്റാളിൽ കൂടെ ഞാൻ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇത് മറ്റേ പൊട്ടാറ്റോ ചിപ്സ് ഒക്കെയാണ് ഏതായാലും ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്നിട്ട് അതേതായാലും കണ്ട് ഫൈനലി. അതേതായാലും മുതലായി. നൈസ്. അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് മെല്ലെ ഇതൊക്കെ കറങ്ങി ചുറ്റിക്കറങ്ങി പോവാണ്. അവിടെ മെഴുകുതിരിൻ്റെ കട, ഇതൊക്കെ അടിപൊളി. ഇതും കൊള്ളാം. അപ്പം കത്തീഡ്രലിൻ്റെ അടുത്തുനിന്ന് പോവാണ്. അതായത് മാർക്കറ്റൊക്കെ കണ്ട് എല്ലാം സെറ്റാണ്. ഈ ഒരു ക്ലൈമറ്റിൽ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഹെൽസിങ്കി ക്രിസ്മസ് മാർക്കറ്റ്. ഏതായാലും അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ? നല്ല നൈസ് ഏരിയ കേട്ടോ. ആ ഊര് തണ്ടി വരുന്ന രണ്ട് മദാമകൾ ഇങ്ങോട്ട്. അങ്ങനെ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ. ഞങ്ങളങ്ങനെ പിന്നെ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ നല്ല റഷുള്ളൊരു സ്ട്രീറ്റാണ്. സൺഡേ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. സെറ്റ് കാണാം. ഇത് ഞങ്ങൾ എന്തായാലും ട്രാം കയറിയ സ്ഥലം. രാത്രി 7 നമ്പർ. ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. അവിടെ ഈ നോർമൽ എന്ന് പറഞ്ഞ കട നമ്മൾ ഈ കോസ്മെറ്റിക്സ് അതൊക്കെ ചീപ്പായിട്ട് കിട്ടുന്നൊരു കടയാണ്. ഞാൻ സ്വീഡനിൽ പോയപ്പോൾ അതിൽ വീഡിയോയിൽ ഇട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നോർമൽ അവിടെ ഉണ്ട്. അതായാലും സെറ്റാണ്. അതൊരു മാട് സ്ട്രീറ്റൊക്കെ ഏതായാലും ഹെവി ആയിട്ടാണ്. ഒക്കെ പുതിയ ബിൽഡിങ്ങും അതിനനുസരിച്ചുള്ള സെറ്റപ്പുമാണ്. ഈ ഡ്രിങ്ക് പണ്ട് സ്വീഡനിൽ പോയപ്പോൾ കുടിച്ചത്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒന്നുകൂടി വാങ്ങി. അതാണ് നോർമൽ. അടിപൊളി. ഇനിയിപ്പോൾ നേരെ ഫെറി ലക്ഷ്യമാക്കി അങ്ങനെ പോവാണ്. പിന്നെ സ്ട്രീറ്റൊക്കെ ഏതായാലും നൈസ്, നല്ല വിശാലമായിട്ടുള്ള സ്ട്രീറ്റുകൾ. എന്തായാലും ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് നൈസാണ് ഡ്രിങ്ക്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഇന്നലെ രാത്രി സ്റ്റോക്ക്മാൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. ഏകദേശം അവിടെ എത്തി. പിന്നെ ലൈറ്റൊക്കെ ഇത് ഫുൾ ടൈം ഇട്ട് വെക്കും തോന്നുന്നു. അടിപൊളി. എനിക്കിത് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രീറ്റ് ഇതാണ്. നല്ല അടിപൊളിയായിട്ട് ലൈറ്റായിട്ട് അതേപോലെ
കണ്ടില്ല ഈ സൈഡും. അവിടെ എന്തോ ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻസ് ഉണ്ട്. പിന്നെ അനങ്ങുന്ന മോഡല് അനൗൺസ്മെൻ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്താ ഇതിൻ്റെ സ്റ്റോറി ആയിരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് വേറൊരു ഹൈവേ പോലത്തെ ഒരു സ്ഥലത്ത്, ഒരു മെയിൻ റോഡാന്ന് തോന്നുന്നു. കിട്ടില്ല. അങ്ങനെ നമ്മൾ പിന്നെ നടന്നിട്ട് ഇവിടെ മറ്റേ ഓരോ കൺട്രീൻ്റെ മാഗ്നറ്റ് വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങാൻ കയറിയതാ. നോക്കട്ടെ. അങ്ങനെ ഇവിടുന്ന് മാഗ്നറ്റും അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഫെറിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. പിന്നെ ഏകദേശം ഒരു 2 കിലോമീറ്റർ അങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും കാണാത്ത സ്ഥലമാണല്ലോ, എല്ലാം കണ്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നൈസ് ഏരിയ. പിന്നെ വേറെ സ്ട്രീറ്റിലോട്ട് കയറി അങ്ങനെ നമ്മൾ നടന്ന് പിന്നെ ഏകദേശം എത്താനായി. കുറച്ചുകൂടെ പോകാനുണ്ട്. എന്തോ ഹോട്ടലാന്ന് തോന്നുന്നു. ഇവിടുത്തെ ഹോട്ടലൊക്കെ അടിപൊളിയാണ്. നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടൽ എല്ലാം. ഹോട്ടലായാലും ബാറായാലും ഒക്കെ സെറ്റ്. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയാണ്. പക്ഷെ കുറച്ചുകൂടെ ഇങ്ങനെ പോകണം. അല്ല, ഇതൊക്കെ ഷിപ്പ് യാർഡാണ്, പോർട്ട്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്തായാലും അടിപൊളി ക്ലൈമറ്റൊക്കെ സെറ്റാണ്. അങ്ങനെ ഏതാനും മണിക്കൂറൊന്നുമില്ല, മിനിറ്റുകൾക്ക് ശേഷം ഞങ്ങൾ പിന്നെ ഫിൻലാൻഡ് പോർട്ട് വിടും. അങ്ങനെ ഫിൻലാൻഡിൻ്റെ സ്റ്റോറി ഇവിടെ അവസാനിക്കും. ഞാൻ അവിടെ പോർട്ടിൻ്റെ ഷിപ്പിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചു. ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അവിടെ പോയാൽ ചിലപ്പോൾ റേറ്റ് കൂടും. എന്തായാലും ഫിൻലാൻഡൊക്കെ ഇങ്ങനെ കാണാൻ പറ്റി. പിന്നെ അടിപൊളിയാണ് കേട്ടോ, ആൾക്കാരൊക്കെ സെറ്റാണ്. പക്ഷേ കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമില്ല. പിന്നെ അങ്ങനെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും പിന്നെ റെസ്റ്റോറൻറ്റ് എടുത്തു പറയാലോ, സെറ്റാണ്. എല്ലാ റെസ്റ്റോറൻറ്റും അടിപൊളിയാണ്. എന്താ വെച്ചാൽ നമ്മൾ കണ്ടാൽ തന്നെ കയറിപ്പോവും. പക്ഷെ നല്ല റേറ്റാണ്. നമ്മൾ ചീപ്പുള്ള നോക്കി കയറാം. ഏതായാലും ഇവിടെ ഏകദേശം ഫിൻലാൻഡിൻ്റെ സ്റ്റോറി ഏകദേശം വൈൻഡപ്പായി. എന്തായാലും ഇവിടെയൊക്കെ കണ്ടില്ലേ, പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ്, അടിപൊളി. ഏതായാലും കാണാനൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു ദിവസം ഒന്നും പോരാ. ഞങ്ങളിപ്പോൾ ഒരു ദിവസമേ കിട്ടിയുള്ളൂ. ഇന്നലെ നൈറ്റും പിന്നെ ഇന്ന് ഈവനിങ് വരെ. അപ്പോൾ പിന്നെ ടൈം പരിമിതമാണല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസം വരണം. പിന്നെ നമ്മൾ യൂറോപ്പിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടെ ഒരുപാട് പേരൊക്കെ എഴുതി വെച്ച് കാണുന്നുണ്ട്. എന്താ നോക്കണം, ആദ്യം എഴുതി വെച്ചാണ് നോക്കട്ടെ. അങ്ങനെ അതാണ് നമ്മളെ ഷിപ്പ്. ഇന്നലെ വന്ന സെയിം ഷിപ്പ്. ഓ, ഏതാ സൈസ്. ഇതാണ് ഞങ്ങളെ പോർട്ട്. പിന്നെ ഏകദേശം ടൈമായാണ്, അതങ്ങനെ ഓടിക്കരച്ച് ഓടുന്നു. എന്തായാലും കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഓടിക്കളിച്ച് പോവാണ്. ഏകദേശം ടൈമായി. പിന്നെ ഷിപ്പ് കയറുന്നതിൽ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഇവിടെ എത്തണം, അല്ലെങ്കിൽ ഗേറ്റ് ക്ലോസ് ആവും. അങ്ങനെ ഇതാണ് ഷിപ്പ്. ഓ, ഏതാ സൈസ്. പകലായതുകൊണ്ട് കുറച്ച് വ്യൂ കിട്ടുമെന്ന് വിചാരിക്കാം. ഞങ്ങളാ ലാസ്റ്റ് കയറണേ. അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന അതേ ഷിപ്പാണ്. പിന്നെ അതിൻ്റെ പകലുള്ളൊരു വ്യൂ കാണിച്ചു തരാം. നമ്മൾ പോർട്ട് വിട്ട് ഏകദേശം. നൈസ്. ഇതൊരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലം. ഏതാ ഷിപ്പിൻ്റെ സൈസ്, അടിപൊളി. ഇതാണ് ഇതിൻ്റെ സൈലൻസർ ഷിപ്പിൻ്റെ. എൻ്റെ പൊന്നോ, ഇത്രയും ഹെവി സാധനം പോകണ്ടേ.
ഇവിടെ നീ വ്യൂ കണ്ടാൽ നമ്മൾ താഴോട്ട് പോകാൻ തോന്നില്ല. ഈ ഷിപ്പ് എന്ന് പറഞ്ഞാൽ എത്ര 9 ഇന്നലെ കയറിയ പോലെ തന്നെ 9 ഡെക്കാ. പിന്നെ ഓരോ തട്ട് പിന്നെ ഏറ്റവും ടോപ്പിലാണ് കാറ്റ് സീനാണ്. ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് ഈ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ആദ്യമായിട്ട് അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഷിപ്പിൽ ഇങ്ങനെ കടലിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഏതായാലും അടിപൊളി. പിന്നെ ചെറിയ ചെറിയ ഐലൻഡുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും പോകാനൊന്നും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അടിപൊളി. മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പിന്നെ ലൈറ്റ് മ്യൂസിക് ഷോ ആണ്. പുറത്ത് കാണുന്നത് ഷിപ്പിൻ്റെ ഫ്രണ്ട് സൈഡാണ്. അവിടെ കാണാം. പിന്നെ മ്യൂസിക്കും കേൾക്കാം. ഇവിടെ കുറച്ചേരം ഇരിക്കാം. അടിപൊളി സംഭവം. ഒരു പാട്ട് പാടി ഉറക്കണം എല്ലാവരും. എല്ലാവരും മറ്റേ ഹെൽസിങ്കിയിലായിട്ടുള്ള പരിപാടി സെറ്റ് ചെയ്യാം നൈറ്റ്. അത് അടിപൊളിയായിരുന്നു. ചെറിയ സ്ലോ മ്യൂസിക്. പിന്നെ ഇതിൽ ആൾക്കാരും കുറവാണ്. അങ്ങോട്ടേക്ക് കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ടേക്ക് കുറച്ച് ആൾക്കാരുള്ളൂ. എന്തായാലും വലിയ റഷ് ഇല്ല. അതുകൊണ്ട് സമാധാനം. ഏകദേശം ടാലിൻ എത്താനായി. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ടാലിൻ ഓൾഡ് ടൗൺ ഒക്കെ ഒന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് എസ്റ്റോണിയ ലാൻഡ് ചെയ്ത് ടാലിൻ. അത് ഇന്നലെ കണ്ട സ്കൈ വ്യൂലാണ്. അതാണ് ടാലിൻ പോർട്ട്. പിന്നെ ഹെൽസിങ്കിൻ്റെ അത്ര വരില്ല. ഹെൽസിങ്കി ഏകദേശം ഒരു എയർപോർട്ടൊക്കെ പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇത് അത്രക്കില്ലെങ്കിലും കുഴപ്പമില്ല. ടെർമിനൽ ഇവിടെ കാണാം. സിറ്റിയൊക്കെ അങ്ങനെ ഞങ്ങളുടെ ഫെറീൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ടാലിൻ പോർട്ടിൽ എത്താം. പിന്നെ ഇനിയിപ്പോൾ നേരെ സിറ്റിയിലോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് കറങ്ങിയിട്ട് നേരെ റിഗയിലേക്ക് പോകും. അതാണ് പ്ലാൻ. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ടാലിൽ നിന്ന് നേരെ ഹെൽസിങ്കിയിൽ നിന്ന് ടാലിൻ, അങ്ങനെ സെയിം ഷിപ്പ് തന്നെയായിരുന്നു. പിന്നെ അതേപോലെ വൈക്കിംഗ് ലൈന്, പിന്നെ എക്രോ ലൈന്, ടല്ലിങ്ക്, അങ്ങനെ 3-4 ഫെറീസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ പോയാൽ മതി. എന്തായാലും യൂറോപ്പിൽ ശങ്കമീസ് ഉള്ളവർ എന്തായാലും പോയി കാണാം. എന്തായാലും മുതലാവും. കാണാൻ മാത്രമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസാണ്. എൻ്റെ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഷിപ്പ് സൂപ്പറാണ്. പിന്നെ നമുക്ക് ഈ കടലിൻ്റെ നടുക്കൊക്കെ എത്തുമ്പോൾ ചെറിയൊരു സീൻ വരും. പിന്നെ അതെന്ന് വെച്ചാൽ നമ്മളെ വെയിറ്റ് ലോസ് പോലത്തെ. പിന്നെ അങ്ങനെ ഷിപ്പ് ഇങ്ങനെ തിരമാല അടിച്ച് ഇങ്ങനെ പോകുമ്പോൾ അത് കുഴപ്പമില്ല, അടിപൊളിയാണ്. പിന്നെ ഇനിയിപ്പോൾ നേരെ ഇറങ്ങാനായി. എന്തായാലും കാണാം. നല്ല കാറ്റുണ്ട്, നല്ല സ്നോ ഇതുവരെ എന്താ പറയുക, ഞങ്ങൾ വന്ന് റിഗയിലും ഇല്ല, ടാലിനിലും ഇല്ല, ഹെൽസിങ്കിയിലും ഇല്ല, ഫിൻലാൻഡിലും ഇല്ല. അതെന്താണ് സ്നോ വന്നിട്ട് മെൽറ്റായി പോയതായിരിക്കും. പിന്നെ ഈ സമയമൊക്കെ ശരിക്കും നല്ല സ്നോ ഉണ്ടാവേണ്ട സമയമാണ്. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് ടാലിനെത്തി. ഇനി നേരെ റിഗയിലേക്ക്. പിന്നെ രാത്രി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി അങ്ങനെ പോകും.
ബസ്സൊക്കെ ഇറങ്ങി ഇപ്പോൾ എക്സിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വന്ന ഷിപ്പ്. പിന്നെ ഇന്നലത്തെ അത്ര ആൾക്കാരൊന്നുമില്ല. ഇന്നലെ എന്തായിരുന്നു ജനസാഗരം. ഇതിന് സൺഡേ ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ ഭയങ്കര കുറവ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയിട്ട് തന്നെ എത്തി. നേരെ സിറ്റിയിലോട്ട്. ഇതാണ് ആ പോർട്ടിൻ്റെ ഒരു ഔട്ടർ. അതൊരു ആ ഡി എന്ന് പറയുന്നത് മറ്റേ ക്രൂയിസ് ഷിപ്പില്ല, വലിയ ചുടിലം ലക്ഷറി അതൊക്കെ വരുന്നതാണ്. ഇതിവിടെ എക്രോ ലൈന്, വൈക്കിംഗ് ലൈൻ അതൊക്കെ. പിന്നെ അവിടുത്തെ കുറേ ബിൽഡിംഗ് ഒക്കെ സെറ്റാണ്. ഞങ്ങൾ ഓൾഡ് സിറ്റിക്ക് ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിലാണിതാ മസറാട്ടീൻ്റെ ഒരു ഷോറൂം. ഏതാ പൊളി കാറൊക്കെ, അടിപൊളി സെറ്റ് വണ്ടി. ഇന്നലെ ഇവിടെ കാര്യമായിട്ട് കറങ്ങാനൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ ഏതായാലും ഇവിടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അവിടെ നല്ല ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കുറേ കാണുന്നുണ്ട്. എല്ലാം അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ കാണുന്നതിൽ അത്യാവശ്യം ഹൈറ്റുള്ളൊരു ചർച്ചാണ് കാണുന്നത്. പിന്നെ ഒരു നല്ല ഫുള്ളായിട്ട് ലൈറ്റ് ചെയ്തൊരു മരമുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എന്തായാലും നോക്കാം. അവിടെ നല്ല കളർഫുൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ആ ട്രാം. പിന്നെ നമ്മളിതാ റോഡ് ക്രോസ് ചെയ്യും. ട്രാമൊക്കെ സെറ്റപ്പാണ്, അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, ട്രാമൊക്കെ എല്ലാ കൺട്രീസും യുണീക്കാണ്, ഡിഫറെൻറ്റ് അടിപൊളി. അങ്ങനെ നമ്മൾ കുറച്ച് ഹൈറ്റിലോട്ട് കയറിയിട്ട് സിറ്റീൻ്റെ ഒരു വ്യൂ നോക്കാൻ പോവാണ്. ഇത് മറ്റേ ലിത്വാനിയയിലും ഇങ്ങനെ ഒരു ഹൈറ്റിലുള്ള സ്പോട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ നോക്കാം മുകളിൽ കയറിയിട്ട്. അതിലൂടെ വന്നിട്ട് ഇപ്പം നമ്മൾ ഈ ഓൾഡ് ടൗണിൻ്റെ ഒരു എൻട്രൻസ് ആണിത്. പിന്നെ ഫെറീൻ്റെ പോട്ടിൽ നിന്ന് വരുമ്പോഴുള്ള എന്തായാലും ഉള്ളോട്ട് കയറി നോക്കാം. വലിയ ആളും എനിക്കൊന്നും കാണുന്നില്ല. പിന്നെ സൺഡേ ആയതുകൊണ്ടായിരിക്കും. ആ ചർച്ചിൻ്റെ താഴെ എത്തി. ഇപ്പോൾ മുന്നോട്ട് ഇങ്ങനെ പോവാണ്. ഇത് ക്യാമറയിൽ വൈഡാക്കിയപ്പോൾ കിട്ടുന്നുണ്ട്. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. മുകളിലോട്ട് നോക്കിയിട്ട് എത്തണമില്ലതാ. ഇവിടെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. കാലി സ്ട്രീറ്റാ. കുറച്ചങ്ങോട്ട് പോയി നോക്കുക വെളിച്ചുണ്ടാവുമെന്ന്. ഇവിടുത്തെ ഓൾഡ് ടൗണൊക്കെ ഏകദേശം റിഗ പോലെയും പിന്നെ വിൽനസ് പോലെയൊക്കെ തന്നെ ഉണ്ട്. വിൽനസ് മറ്റേ ലിത്വാനിയ പോലെ, പിന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇതാണ് എസ്റ്റോണിയൻ്റെ ഫ്ലാഗ്, ബ്ലൂ ബ്ലാക്ക് വൈറ്റ്. അങ്ങനെ അതിലും ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ടാണ് ഈ ക്യാപ്പൊക്കെ വെച്ച് നടക്കണേ. വേറെ ചെവി തണുക്കണ്ടല്ലോ. പിന്നെ അപ്പോൾ ഇങ്ങനെ ഓൾഡ് ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ചെറുതായിട്ട് ഓപ്പൺ ആയാണ്. അപ്പോൾ അവിടേക്കൊന്ന് പോയി പിന്നെ ഒന്ന് കറങ്ങിയിട്ട് നൈറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് പോകും. അടിപൊളി. ഇവിടെയൊക്കെ സെറ്റായി. ഇവിടെ കുറച്ചുകൂടി ഹൈറ്റിലോട്ട് കയറാനുണ്ട്. അപ്പോൾ അതുകൂടി കയറിയിട്ട് മുകളിലെത്തിയിട്ട് നോക്കാം. ഇത് അത്യാവശ്യം വലിയ കയറ്റം തന്നെ. യൂറോപ്പിൽ ഇതൊക്കെ അത്യാവശ്യം വലിയ കയറ്റമാണ്. പിന്നെ കട്ട് റോഡുമാണ്. അതിൽ മുകളിൽ പോയി നോക്കാം. കയറ്റം കയറി മുകളിലെത്താനായി ഏകദേശം. അയ്യോ, അവിടെ കിട്ടില്ല ഒരു ചർച്ച്. അടിപൊളി. ഈ ചർച്ച ഏതായാലും അടിപൊളി കേട്ടോ. വേറെ തന്നെ ഡിഫറെൻ്റ് ആർക്കിടെക്ചർ. ഇങ്ങനെ റൗണ്ട് പോലെ സെറ്റ്. ഇതിൻ്റെ മുകളിൽ കുറേ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഓൾഡ് ടൗണിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് തന്നെ പോവുക. അതിൻ്റെ മുകളിൽ അതാണ് എസ്റ്റോണിയൻ്റെ ഫ്ലാഗ്. അടിപൊളി. നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവാണ്. അവിടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത വ്യൂ. ഇത്രയും നടന്ന് കയറിയത് ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തിയിട്ട് വ്യൂ കാണിച്ചിട്ട്. വാവ്, അടിപൊളി വ്യൂ. ഇവിടെ ഏകദേശം ലിത്വാനിയൻ്റെ വ്യൂ പോലെ തന്നെ കിടിലം.
നേരത്തെ വന്ന ഷിപ്പില്ലേ എക്രോലേന്, അതാണ് അതിങ്ങനെ പോയത്. അതൊക്കെ കാണാൻ പറ്റും. ഏതായാലും ഇത് അടിപൊളിയായി. അവിടെ നടന്ന് കയറി ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നടന്ന് കയറി വന്ന വഴിയാ. അതായത് നൈറ്റൊക്കെ ഇവിടെ ഇരുന്നാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇരിക്കാം. അവിടുന്നൊക്കെ നല്ല മ്യൂസിക്കൊക്കെ ഉണ്ട്, സെറ്റാണ്. നമ്മൾ നേരത്തെ കയറിയ റൂട്ടല്ല ഇറങ്ങുന്നത്. പോകുമ്പോൾ ഇത് ടെററ്, ഒരു ചെറിയ ഗേറ്റാ, പക്ഷേ ടെററാണ്. ശരിക്കും നല്ല സ്റ്റെപ്പിൻ്റെ കയറ്റാണ്, അല്ലാണ്ട് ഇറങ്ങി പോവാൻ സ്റ്റെപ്പുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. ഒരുപാട് ഹൈറ്റില്ല നമ്മൾ നേരത്തെ കയറി, അതിപ്പോൾ ഇറങ്ങാണ്. എവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ താഴെ എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് മാർക്കറ്റിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞ് വരെയായിരിക്കും. അടിപൊളി. അതേപോലെ വേറൊരു ചർച്ച് നമ്മൾ ഫസ്റ്റ് കണ്ടില്ല, അതേപോലെ തന്നെ ഉണ്ട് ഏകദേശം. ഇത് വേറെയാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെത്തി, അതാണ് ക്രിസ്മസ് മാർക്കറ്റ്. നേരത്തെ ഫിൻലാൻഡിൽ കണ്ട പോലെ തന്നെയുള്ള ചെറിയ ചെറിയ സ്റ്റാളും അങ്ങനെയൊക്കെ ആയിട്ട്. ഇതന്നെ ഇപ്പോൾ റിയലും സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ റിയൽ എത്തിയിട്ട് ഒരു ദിവസം പോകണം എന്തായാലും. പിന്നെ എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്തെത്തി. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. ഓ സെറ്റപ്പ് തന്നെ. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ക്രിസ്മസ് ട്രീ ഒക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഏതായാലും പൊളി കിട്ടാ. മറ്റേത് ഭയങ്കര എന്താ പറയുക, കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടായി കട. പക്ഷെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറിയിട്ടൊക്കെ കൊള്ളാം. കടകളൊക്കെ അടിപൊളി. അതാ ഇവിടെ മറ്റേ കുട്ടികളൊക്കെ ഇറങ്ങണേ. ഇതാ നമുക്ക് ട്രയലിന് വെച്ച ഫുഡാണ്. പ്ലീസ് സ്മൈൽ. അങ്ങനെ ഒരു ദിവസം 2 ക്രിസ്മസ് മാർക്കറ്റ്. അത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ട്രൈ ചെയ്യാൻ വെച്ചതാണ്. പിന്നെ അത് വേണേൽ നമുക്ക് വാങ്ങാം. ഇങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ താഴെ എത്തി. ഉള്ള ആൾക്കാരാണല്ലോ. അടിപൊളി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാം. അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. ഫിൻലാൻഡിൻ്റെ അത്ര ഒരു സൈസ് ഇല്ല, പക്ഷെ ഉള്ളതൊക്കെ കടകളൊക്കെ ഉണ്ടല്ലേ, വേറെ വേറെ സെറ്റപ്പാണ്. ഹ്യൂജ് ട്രീ. അങ്ങനെ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇവിടെ നിന്നും മെല്ലെ ഇറങ്ങാണ്. പിന്നെ നമുക്ക് വേറെ സ്ട്രീറ്റിലൊക്കെ കയറി അങ്ങനെ നടന്നു പോവാം. പിന്നെ മെയിനായിട്ട് ഇനി ഫുഡും കഴിക്കാനുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചുറ്റുപാട്. ഇതൊക്കെയാണ് ഇവരുടെ തട്ടുകട സ്പെഷ്യൽ പോലെ. നമ്മളെ നാട്ടിലത്തെ ഇവരെ പെരുന്നാളിനും ഇതൊക്കെ ഇതാണ് പരിപാടി. പിന്നെ നമ്മളെ നാട്ടിലെ മറ്റേ ഓംലെറ്റ്, ബ്രെഡ്, ഗ്രീൻ പീസ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇതൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഇയാളിങ്ങനെ കുക്ക് ചെയ്യുന്ന കൗതുകത്തോടെ നോക്കിയെടുക്കുന്ന നമ്മളാൾക്കാർ. എന്താ 2 ബ്രെഡ് ഓംലെറ്റ് എടുക്കട്ടെ. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോവാണ്. ഇനി നേരെ ഫുഡ് കഴിക്കണം. അതാണ് ഇനി അടുത്ത പ്ലാൻ. എന്തായാലും ഇതേതായാലും കൊള്ളാം. ട്രീ ഒക്കെ സെറ്റ്. ഇതാണ് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു ടോട്ടൽ വ്യൂ. ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി. ബാക്കിലുണ്ടല്ലേ, അവിടെ നിന്ന് ഇറങ്ങിയതും വേറൊരു ചെറിയ 2 സ്ട്രീറ്റ് ഇതാ. അപ്പോൾ ഇതിൽ കൂടെ എത്ര ആൾക്കാർ വരുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റും ചെയ്തതാണ്. ഇതാ ഇവിടെയൊക്കെ അടിപൊളി. ഞങ്ങൾ ഈ സ്ട്രീറ്റ് ഇങ്ങനെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. അതിൽ മുന്നോട്ട് പോയി നോക്കാം.
ഇതൊക്കെ കിഡിലൻ ഡെക്കറേഷൻ. എസ്റ്റോണിയ ഫിൻലാൻഡ് ആട്ടാ. ക്രിസ്മസിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ഈ ഡെക്കറേറ്റ് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു തോന്നുന്നു. അങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ തെണ്ടി നടക്കുന്നു. ഇതൊരു വൈബാണല്ലോ. പിന്നെ നോക്കാം. അങ്ങനെ നമ്മൾ ഈ റൂട്ട് നേരെ വന്ന് ഇതാണ് ഈ ഓൾഡ് ടൗണിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ശരിക്കും ഓൾഡ് റിഗൻ്റെ പോലെ തന്നെ ഉണ്ട് ആ സ്ട്രീറ്റൊക്കെ. പിന്നെ ഇതാണ് എൻ്റെ എൻട്രൻസ്. നമ്മൾ നേരത്തെ ബാക്ക് ത്രൂ കയറിയത്. അപ്പോൾ അതാണ് അവിടെ നിന്ന് അധികം ആൾക്കാരില്ല. ഇതാണ് മെയിൻ എൻട്രൻസ്. അതായത് ഇതിലൂടെ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി നോക്കാം. അങ്ങനെ നമ്മൾ പുറത്തെത്തി. അവിടെ ഏതൊരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ഫ്ലവറിൻ്റെ ഒക്കെ പരിപാടികൾ. ഇതാണ് ഓൾഡ് ടൗണിൻ്റെ എൻട്രൻസ്. അടിപൊളി. കുറച്ചുകൂടി ലോങ് പോയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ഫ്ലവർ കടയും പിന്നെ അതിൻ്റെ എൻട്രൻസ് പിന്നെ സ്ട്രീറ്റും അടിപൊളി. ഇനി മെല്ലെ പുറത്തേക്ക് നടന്ന് നീങ്ങാണ്. അതായത് നമ്മൾ നടന്ന് വേറൊരു ജംഗ്ഷനിലെത്തി. അങ്ങോട്ടേക്കുള്ള വ്യൂ അതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇവിടെ ഈ കബാബ് ഹൗസ് എന്ന് പറഞ്ഞൊരു കടയിലായിരുന്നു. ഇവിടെ മന്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ്. വിശന്ന് വലിഞ്ഞ് ഇനിയിപ്പോൾ മന്തി വരട്ടെ. അങ്ങനെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് സ്പൂണ് കിട്ടി, അതേപോലെ സലാഡ് കിട്ടി. ഇനിയിപ്പോൾ മന്തി കേട്ടുള്ള മാരക വെയിറ്റിംഗ് ആണ് എല്ലാവരും. അങ്ങനെ ഫൈനലി നമ്മളെ മന്തി വന്നു ഗൈസ്. പിന്നെ ആരും വിചാരിച്ച അത്ര ക്വാണ്ടിറ്റി ഇല്ല. ഏകദേശം 12 യൂറോ. നാട്ടിൽ കൺവേർട്ട് ചെയ്യാണ് 1100 രൂപൻ്റെ ഫുഡായത്. അത് കുഴപ്പമില്ല. അങ്ങനെ മന്തി കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്, ബസ് സ്റ്റേഷനിലേക്ക്. പിന്നെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ബസ് വരും. അപ്പോൾ അതിൽ കയറി നേരെ റിഗയിലേക്ക്. പിന്നെ ഏതായാലും എൻ്റെ 2 ദിവസത്തെ ട്രിപ്പ് ഇത് രണ്ട് വ്ളോഗായിട്ടേക്ക് ഞാൻ ഇടാം. ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും ട്രിപ്പ് ഏതായാലും അടിപൊളിയായിരുന്നു. എന്തായാലും യൂറോപ്പിലുള്ളവരൊക്കെ മാക്സിമം വന്ന് കാണേണ്ട 2 സ്ഥലം. എസ്റ്റോണിയ അടിപൊളിയാണ്, ഫിൻലാൻഡും അതേപോലെ അടിപൊളിയാണ്. പിന്നെ എൻ്റെ സ്പെഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ ഫെറിയാണ്. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഏതായാലും അടിപൊളി. അങ്ങനെ എൻ്റെ ഈ 2 ദിവസത്തെ ട്രാവൽ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.